32ാമത് SSF സാഹിത്യോത്സവം ഇരിങ്ങല്ലൂരിൽ ആരംഭിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നതെന്ന് SSF ഭാരവാഹികൾ പന്തീരങ്കാവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളി, ശനി, ഞായർ തീയതികളിലായി നമ്മുടെ ഇരിങ്ങല്ലൂരിൽ വെച്ച് നടക്കുന്നത് ഫറൂഖ് ഡിവിഷൻ്റെ കടലുണ്ടി, ചാലിയം, ഫറൂഖ്, കരുന്തിരുത്തി, രാമനാട്ടുകര, നല്ലളം, ചെറുവണ്ണൂർ, ഒളവണ്ണ, പന്തീരങ്കാവ് തുടങ്ങിയ 9 സെക്ടറുകളാണ് ഇതിൽ മത്സരാർത്ഥികളായിട്ട് അവിടെ സെക്ടർ തല സാഹിത്യോത്സവം കഴിഞ്ഞ് അതിൽ വിജയിച്ച ആളുകളാണ് ഉണ്ടാവുക. ഏകദേശം 10 വേദികൾ ഉണ്ടാവും. 8 വിഭാഗങ്ങളായിട്ടാണ് ഉണ്ടാവുക. 500 മത്സരാർത്ഥികൾ ഉണ്ടാകും. 2 ദിവസമായിട്ടാണ് നമ്മുടെ പരിപാടി മുഴുവനായിട്ടും വിദ്യാർത്ഥികളുടെ കലാപരിപാടി നടക്കുന്നത്. അതോടനുബന്ധിച്ച് സാംസ്കാരികമായി അവിടെ നാട്ടിലൊരു സൗഹൃദ സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി നാളെ വൈകിട്ട് ഇരിങ്ങല്ലൂർ വെച്ച് നടക്കുന്നുണ്ട്. തലയുടെ വിശേഷങ്ങൾ, ഇരിങ്ങല്ലൂരിൻ്റെ പഴയ പേര് ആരതിൽ തന്നെ ഒരു സൗഹൃദ സംഗമം നാളെ അവിടെ നടക്കുന്നുണ്ട്. ഉച്ചക്ക് പതാക ഉയർത്തും 1:30. ശനിയാഴ്ച 2 മണിക്ക് ശേഷം കുട്ടികളുടെ പരിപാടികൾ തുടങ്ങുകയും വൈകുന്നേരം ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയും ചെയ്യും. ഈ ഉദ്ഘാടന സെഷനിൽ KN കുറുപ്പ്, CN ജാഫർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. സമാപന സംഗമം ഞായറാഴ്ച വൈകുന്നേരം ആയിരിക്കും ഉണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ട SSFൻ്റെയും നമ്മുടെ സംഘ കുടുംബത്തിലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കും. നമുക്ക് ഈ സാഹിത്യോത്സവത്തിന് എല്ലാ സാഹിത്യോത്സവങ്ങൾക്കും ഒരു തീമിലാണ് നമ്മൾ സാഹിത്യോത്സവം ഇപ്പോഴും ഉണ്ടാകുന്നത്. നമ്മുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ക്ലാസ് മുറി എന്നാണ്. നമ്മൾ ക്ലാസ് മുറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്നതാണ്. വിദ്യാർത്ഥികളുടെ പ്രതികരണം ഉദ്ദേശിക്കുന്നത് എന്തിനോടും എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഉണ്ടാകേണ്ടത്. അത് സമരങ്ങളോടാവാം, രക്ഷിതാക്കളോടാവാം, അധ്യാപകരോടാവാം, സാമൂഹിക ചുറ്റുപാടുകളുടെ പ്രശ്നങ്ങളോടാവാം. ഇതിനൊക്കെ വിദ്യാർത്ഥികളുടെ പ്രതികരണം എങ്ങനെയാണ് വേണ്ടത്, സാംസ്കാരികമായി അവരെങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചാ സംഘം ഞായറാഴ്ച പകൽ അവിടെ നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ സോഷ്യൽ ആക്ടിവിസ്റ്റായ പത്രപ്രവർത്തകനായ NS അബ്ദുൽ ഹമീദ്, അതേപോലെ റിസാല അപ്ഡേറ്റിലുള്ള സാലിം കോടൂർ, അതേപോലെ നമ്മുടെ ഫറൂഖ് കോളേജിൽ നിന്ന് വരികയും പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ അറിയപ്പെട്ട അസീം എന്ന് പറയുന്ന 3 യുവജനങ്ങൾക്കിടയിലുള്ള പത്രപ്രവർത്തകരെയാണ് ആ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ക്യാമ്പസുകളുടെ വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്നാണ്. ആ പ്രതികരണം എല്ലാത്തിനോടുള്ള പ്രതികരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അടുത്ത് മലപ്പുറത്ത് ഒരു പെൺകുട്ടികൾ, അവിടെ കൂടെ നടന്ന കുട്ടിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപകയുടെ വണ്ടിയിടിക്കുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ വരികയും അതിൽ ആ കുട്ടികളുടെ പ്രതികരണമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള വലിയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വിഭാഗം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ വെറുതെ കാലപ്രസക്തി ഇല്ലാത്ത വിഷയങ്ങളിലും സമരങ്ങൾ നടത്തുന്ന ഒരുപാട് വിദ്യാർത്ഥിത്വമുണ്ട്. അപ്പം മൂല്യമുള്ള ആശയങ്ങളുള്ള സമരങ്ങളോട് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നവർക്ക് വില ഉണ്ടാകണം എന്ന് തന്നെയാണ് SSFന്റെ ഭാഷ്യം. അതേപോലെ രക്ഷിതാക്കളെ ബഹുമാനിക്കണം എന്നാണ് SSFന്റെ ഭാഷ്യം. അപ്പോൾ കലാലയത്തിന്റെ ഒരു സിസ്റ്റം അത് ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു ചർച്ചയാണ് ക്ലാസ് മുറി എന്നൊരാശയം. വിശാലമായ അർത്ഥത്തിലൊരാശയത്തെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ക്ലാസ് മുറി എന്നൊരാശയത്തിൽ ഈ സാഹിത്യോത്സവത്തിനെ കൊണ്ടുപോകുന്നത്.